മതിയായില്ലേ നിനക്ക്? ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത മഹാപാപി. എന്നിട്ടും എന്തിനു കയറി വന്നു നീ? എനിക്ക് എന്റെ മോളെന്ന് വെച്ച അത്രയ്ക്ക് വലുതാ. എന്റെ പ്രാണം കൊടുക്കും ഞാൻ അവക്ക്. അതുകൊണ്ടാ നീ ജയിച്ചതും ഞാൻ തോറ്റതും. എന്താണ് ശേഖര സാറേ ജയവും തോൽവിയും? അതൊക്കെ അങ്ങ് വിട്. നമ്മൾ സെവൻസ് ഫുട്ബോൾ കളിച്ചതൊന്നും അല്ലല്ലോ. നിങ്ങൾ എൻ്റെ അച്ഛനിട്ടൊരു പണി പണിതു, ഞാനൊന്ന് തിരിച്ചു വെച്ചു. എനിക്കതിൽ വലിയ ലാഭമൊന്നും തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ മകൾക്ക് നഷ്ടം സംഭവിച്ചു എന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ. എന്തിന്? തെറ്റു പറയാനോ? ഇവിടെ ആർക്കും കേൾക്കണ്ട, ഇറങ്ങിപ്പോ. ചെയ്തത് തെറ്റായി എന്ന് തോന്നിയിട്ട് വന്നതല്ല. ഒരു പരിഹാരം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊന്ന് അതൊന്ന് പ്രസന്റ് ചെയ്യാൻ വന്നതാ. ജാനകിയെ ഞാൻ കല്യാണം കഴിച്ചോളാം. എന്തു പറഞ്ഞടാ നായേ? മംഗലശ്ശേരി നീലകണ്ഠനും ഞാനും ജന്മശത്രുക്കളാ. എനിക്ക് പോന്ന തരക്കാരനാ നീലൻ, അവന് ഞാനും. നീ ചെക്കനാ ഇന്നലെ കുരുത്തത്. എന്റെ ഉമ്മറത്ത് കയറി വന്നിട്ട് എന്നെ ഊശിയാക്കുന്ന വർത്തമാനം പറയരുത്. ശേഖര സാറേ, അങ്ങനെ വിളിക്കുന്നത് നിങ്ങൾ എന്നെ സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചുകൊണ്ടൊന്നുമല്ല. വിളിച്ച ശീലം ശേഖരൻ എന്ന് തന്നെയാണ്. ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നതാ. പിറന്നു വീണ നാള് മുതൽ അച്ഛൻ്റെ ശത്രു എന്ന് ലോകം മുഴുവൻ പാടിക്കേട്ട പേരിനോടൊരു ബഹുമാനം. അല്ലെങ്കിൽ എൻ്റെ മാറിൽ വീണ കൈ വന്ന രൂപത്തിൽ തിരിച്ചയച്ചിട്ടില്ല ഏതവൻ്റെ ആയാലും. ഇവളോട് ചോദിച്ചു നോക്ക്. അവക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെയും. അനുഗ്രഹിച്ചില്ലേലും ശപിക്കാതെ ഇവളെ എൻ്റെ കൂടെ പറഞ്ഞയച്ചോ, ഞാൻ പോറ്റിക്കോളാം. ജാനകി, ഞാൻ മറ്റൊരാളിന്റെ ഭാര്യയാവാൻ പോകുന്നവളെ സ്വന്തമാക്കാൻ വന്നവനല്ല. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയ പോലീസ് രാമൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നറിഞ്ഞിട്ട് വന്നവനാണ് ഞാൻ. അതിന്റെ കാരണം ഞാനായതുകൊണ്ട്. ഇനിയും എന്തിനാണ് നമ്മൾ ഈ നിഴൽക്കുത്ത് കളിക്കുന്നത്? പറ, നമുക്ക് പരസ്പരം ഇഷ്ടമാണെന്ന്. ഇവരുടെ അനുവാദം വാങ്ങിച്ച് നമുക്ക് സുഖമായി ജീവിക്കാവിടോ. അഗ്നിശുദ്ധിയും വനവാസവും കൽപ്പിക്കാൻ ശ്രീരാമദേവനൊന്നുമല്ലവൻ. മേൽച്ചുണ്ടിന്റെ പുറത്ത് വളർന്ന രോമങ്ങളെ വെട്ടി ഒതുക്കി മിനുക്കി നടക്കുന്ന പുരുഷാകാരമുള്ള ഒരു സവാരി ഗിരിഗിരി ക്ലാപ്പൻ. ജാനകി, പ്ലീസ്, ദൈവത്തെ ഓർത്ത് പ്ലീസ് പോ. പോവാൻ. നീ എന്താടി ഇങ്ങനെ? നമുക്ക് കാര്യങ്ങൾ ഇപ്പോഴേ സെറ്റിൽ ആടി.